എൻ്റെ പേര് റോണി ലിൻസൺ. ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. അമ്മ മാതാവിൻ്റെ മുമ്പിൽ നന്ദി പറയാനായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇവിടെ വന്നത് ഈ മാസം എൻ്റെ പേര് റോണി ലിൻസൺ. ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. അമ്മ മാതാവിൻ്റെ മുമ്പിൽ നന്ദി പറയാനായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇവിടെ വന്നത് ഈ മാസം 8-ാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നത്. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി അമ്മ മാതാവ് കൃത്യം 10 ദിവസത്തിനുള്ളിൽ എനിക്ക് ഒരു ജോലി തന്ന് അനുഗ്രഹിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷമായി ഞാൻ UK യിലായിരുന്നു. അവിടെ എൻ്റെ 2 വർഷത്തെ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ടാണ് ഞാൻ UK യിലേക്ക് പോയത്. എൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഏകദേശം 1 വർഷത്തോളം ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്തു. പക്ഷേ ഒരു കമ്പനിയിൽ നിന്നും എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടിയിട്ടില്ല. എനിക്ക് എല്ലാ കമ്പനിയിൽ നിന്നും റിജക്ഷൻ മാത്രമായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ 1 വർഷത്തോളം ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പപ്പയും അമ്മയും എന്നോട് പറഞ്ഞു. അപ്പോഴാണ് പപ്പയും അമ്മയും മാതാവിൻ്റെ കാര്യം, കൃപാസന മാതാവിൻ്റെ കാര്യം എന്നോട് പറയുന്നത്. മാതാവിൻ്റെ കാര്യം എന്നോട് പറയുകയും ഉടമ്പടി എടുക്കുന്നതിനെ പറ്റി എന്നോട് പറയുകയും ചെയ്തു. പക്ഷേ ഞാൻ അവിടെ ആയിരുന്നതിനാൽ എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിക്കാത്തതിനാൽ പപ്പയും അമ്മയും എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കുകയും ഇവിടെ കൃപാസനത്തിൽ ജോസഫ് അച്ഛനെ വന്ന് കാണുകയും എൻ്റെ അവസ്ഥകൾ അച്ഛനോട് പറയുകയും ചെയ്തു. അങ്ങനെ അച്ഛൻ പ്രാർത്ഥിച്ച് എനിക്ക് മാതാവിൻ്റെ ഒരു കാശുരൂപം എനിക്കായിട്ട് പപ്പയുടെ അമ്മയുടെ കയ്യിൽ കൊടുത്തുവിടുകയും ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയും ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മ മാതാവിൻ്റെ കാശുരൂപവും ഒരു മെഴുകുതിരിയും ജപമാലയും എൻ്റെ കൂട്ടുകാരൻ വഴി UK യിലേക്ക് എനിക്ക് തന്നുവിട്ടു. പിന്നീട് ഞാൻ എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും ഈ മാതാവിൻ്റെ ഈ കാശുരൂപവും ഈ തിരിയും കത്തിച്ചാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എപ്പോഴും ജപമാല ചെല്ലുമ്പോഴും ഞാൻ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എപ്പോഴും ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ ചെയ്യുമ്പോഴും ഞാൻ എല്ലാ കമ്പനികൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും എനിക്ക് പിന്നീടും എനിക്ക് കുറേ റിജക്ഷൻസ് ഉണ്ടായി. കുറച്ച് നാളുകൾക്ക് ശേഷം എന്നെ റിജക്റ്റ് ചെയ്തൊരു കമ്പനിയിൽ നിന്ന് എന്നെ വീണ്ടും തിരിച്ചിങ്ങോട്ടേക്ക് വിളിച്ചു. എൻ്റെ പ്രൊഫൈൽ കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് അവർ തിരിച്ചിങ്ങോട്ട് എന്നെ വിളിച്ച് അവർക്ക് അവരെനിക്ക് വേണ്ടി ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു. അങ്ങനെ അതൊരു ആക്ച്വലി ലണ്ടൻ ബേസ്ഡ് കമ്പനിയായിരുന്നു. ഞാൻ മിഡിൽസ്ബ്രോ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലണ്ടനിലേക്ക് പോയി. പോകുന്ന വഴിയും ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് അത്ര ഹോപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു എക്സ്പീരിയൻസ് എങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ പ്രാർത്ഥന ചൊല്ലി ഞാൻ പോയി. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും മാതാവിൻ്റെ ഈ കാശുരൂപം കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. സാധാരണ ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സ് എന്ന് പറയുന്നത് 3 സ്റ്റേജസ് ആയിട്ടാണ് നടക്കുന്നത്. ആദ്യം ഒരു ഇനിഷ്യൽ ഇൻ്റർവ്യൂ ഉണ്ടാവും, പിന്നെ നമുക്കൊരു അസസ്മെൻറ്റ് തരും, ഒരു പ്രൊജക്റ്റ് തരും, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ ഇൻ്റർവ്യൂ. പക്ഷേ എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് എന്നെ അടുത്ത സ്റ്റേജിലേക്ക് വിളിക്കാമെന്ന് അവർ പറഞ്ഞ് ഞാൻ അവിടുന്ന് തിരിച്ച് മിഡിൽസ്ബ്രോയിലേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഈ കമ്പനി എന്നെ എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ്. ഈ സെയിം കമ്പനി എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, റോണി ഇനി സെക്കൻഡ് സ്റ്റേജിലേക്കും 3rd സ്റ്റേജിലേക്കും പോകേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് സ്റ്റേജ് തന്നെ ഈ പാസ്സായി, റോണി സെലക്ട് ആയിട്ടുണ്ടെന്നും പറഞ്ഞ് എനിക്ക് ആ ജോലി അന്ന് ലഭിക്കുക ചെയ്തത്. അന്ന് ഞാൻ മാധവനോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് പിന്നീട് സാക്ഷ്യം പറയണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല. അങ്ങനെ പെട്ടെന്ന് ഞാനവിടെ ജോയിൻ ചെയ്തു. പിന്നെ അമ്മയോട് ഞാൻ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഇവിടെ അച്ഛനോടും പറഞ്ഞു, അപ്പോൾ കുഴപ്പമില്ല, വന്നിട്ട് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പിന്നീട് കുഴപ്പമില്ലാതെ ലൈഫ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പതുക്കെ എൻ്റെ ജോലി തിരക്കുകൾ വന്നത് കാരണം പ്രാർത്ഥന എന്നിൽ നിന്ന് കുറഞ്ഞു തുടങ്ങി. ഞാൻ പ്രാർത്ഥനയിലുള്ള പ്രാധാന്യം കുറഞ്ഞു തുടങ്ങി. ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞാൻ എന്നും പ്രാർത്ഥിക്കാതെയായി, പള്ളിയിൽ പോകുന്ന ഞായറാഴ്ചകൾ പള്ളിയിൽ പോകാതെയായി. അങ്ങനെ പോകും തോറും എൻ്റെ ജോലിയിൽ പല പ്രശ്നങ്ങളും വന്നു തുടങ്ങി. പെട്ടെന്നാണ് UK ഗവൺമെൻറ്റിൻ്റെ വിസ നിയമങ്ങൾ മാറുകയും അതെൻ്റെ ജോലിയെ ബാധിക്കുകയും ചെയ്യുന്നത്. ഈ കമ്പനി എനിക്ക് ആദ്യം വിസ തരാമെന്ന് പറഞ്ഞിരുന്ന കമ്പനി പിന്നീട് ഈ റൂൾസ് വന്നതോടെ എനിക്ക് വിസ തരില്ല എന്ന് പറയുകയും എൻ്റെ ജോലി നഷ്ടപ്പെട്ട് എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് വരേണ്ട അവസ്ഥയിലായി അങ്ങനെ നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചോളാം, എങ്ങനെയെങ്കിലും ഒരു ജോലി എനിക്ക് ശരിയാക്കി തരണേ എന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് മാതാവ് ഇന്നും എന്നെ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഒരു ജോലി അവിടെ കണ്ടെത്താൻ സാധിച്ചില്ല. കുറേ കമ്പനീസിൽ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂസ് വന്നു. പക്ഷേ അവർക്ക് ആർക്കും എന്നെ സ്പോൺസർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ പ്രൊഫൈൽ കൊണ്ട് അവർക്ക് ഓക്കെയാണ്, പക്ഷേ സ്പോൺസർ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അങ്ങനെ എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായി, ഞാൻ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഞാൻ നാട്ടിൽ വന്ന് അമ്മ മാതാവിൻ്റെ മുന്നിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് ഒരു ജോലി അമ്മ എനിക്ക് തരും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിച്ചു. ഇവിടെ വന്ന് ഞാൻ ഈ മാസം 4-ാം തീയതിയാണ് എത്തിയത്. ഫസ്റ്റ് ആഴ്ച തന്നെ 8-ാം തീയതി തന്നെ ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത്
തീർത്ഥാടന ഉടമ്പടി എടുത്തു. അങ്ങനെ ഞാൻ ജീവകാരുണ്യ പ്രവർത്തികൾ ചെയ്തു. ഒരു ഓൾഡ് ഏജ് ഹോമിൽ, അനാഥാലയത്തിലൊക്കെ പോയി ജീവകാരുണ്യ പ്രവർത്തികൾ ചെയ്തു. എന്നും കുർബാന അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി, കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നും ഡെയിലി ബ്രെഡ് കാണുകയും എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു 2-3 ദിവസം ഞാൻ ഇങ്ങനെ കഴിഞ്ഞപ്പം എൻ്റെ ഫോണിൽ ഞാൻ ആക്ച്വലി ഞാൻ ലണ്ടനിലായിരുന്ന സമയത്ത് ജോലി നഷ്ടപ്പെട്ട സമയത്തും കുറേ കമ്പനി വേറെ രാജ്യങ്ങൾക്കും ദുബായ് അങ്ങനെ കുറേ രാജ്യങ്ങൾക്കൊക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കമ്പനികളിൽ നിന്നെല്ലാം എനിക്ക് റിജക്ഷൻ മാത്രം ഉണ്ടായിരുന്നു. ഞാൻ ആ ലണ്ടനിലായിരുന്നതുകൊണ്ട് എനിക്ക് അവർക്ക് പെട്ടെന്ന് ആളെ ആവശ്യമുണ്ട്, അതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പനിയിൽ നിന്നും എനിക്ക് റിജക്ഷനാണ് വന്നത്. സോ ഞാൻ നാട്ടിൽ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഒരു വിസിറ്റ് വിസ എടുത്ത് ദുബായിക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ നേരത്തെ അപ്ലൈ ചെയ്തിരുന്നൊരു കമ്പനിയുടെ കോൺടാക്റ്റ്, ആ കമ്പനിയുടെ കോൺടാക്റ്റിൽ ഞാൻ ജസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കിയപ്പം അവർക്കൊന്ന് മെസ്സേജ് അയച്ചു നോക്കാമെന്ന് തോന്നി എനിക്ക്. ആക്ച്വലി ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അന്ന് അവർ എന്നെ റിജക്റ്റ് ചെയ്തായിരുന്നു. പക്ഷേ വീണ്ടും ഒന്നുകൂടി അവരോടൊന്ന് ചോദിക്കാമെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിക്കുക, മാതാവ് എന്നോട് തോന്നിപ്പിക്കുക അവർക്കൊന്നുകൂടെ മെസ്സേജ് അയക്കാം. അങ്ങനെ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പം അപ്പോൾ അവർ പറയുകയാണ് ഇപ്പോഴും ആ വേക്കൻസി അവിടെ എപ്പോഴും ഓപ്പൺ ആയിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ എൻ്റെ CV അയച്ചു കൊടുത്തു. വിത്തിൻ 1 വീക്ക് വളരെ പെട്ടെന്നാണ് എൻ്റെ കാര്യങ്ങൾ പിന്നെ മുന്നോട്ട് പോയത്. അവർ എൻ്റെ CV നോക്കി അടുത്ത സ്റ്റേജിലേക്ക് എന്നെ സെലക്റ്റാക്കി. രണ്ടാമത്തെ സ്റ്റേജിലേക്ക് എന്നെ സെലക്ട് ആക്കിയതിന് ശേഷം എനിക്കൊരു പ്രൊജക്റ്റ് തരുന്നു. ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്ര കോൺഫിഡൻ്റ് അല്ല ഞാൻ പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാനല്ല ചെയ്യുന്നത്, ഈ പ്രൊജക്റ്റ് മാതാവ് എന്നെ കൊണ്ട് ചെയ്യിക്കണം, മാതാവിനെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ആ പ്രൊജക്റ്റ് ചെയ്തു തുടങ്ങി. ഒരു ദിവസം കൊണ്ട് തന്നെ ഞാൻ ആ പ്രൊജക്റ്റ് തീർത്ത് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. പിറ്റേ ദിവസം എനിക്ക് മെയിൽ വരുവാണ്, ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് സെലക്ട് ആയി എന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വരികയാണ്. അങ്ങനെ 3ാമത്തെ സ്റ്റേജിലേക്ക് ഞാൻ സെലക്റ്റായി. ഞാൻ പറഞ്ഞ സാലറിയിൽ അവരെനിക്ക് ജോബ് ഓഫർ തന്നു. നാളെ ദുബായിക്ക് ഞാൻ പോവുകയാണ്. അമ്മ മാതാവ് അനുഗ്രഹിച്ച് തന്ന ജോലിയുമായിട്ട് ഞാൻ ദുബായിക്ക് പോവുകയാണ്. അമ്മ മാതാവിന് ഒരുപാട് നന്ദി.